ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളായി നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഇങ്ങനെ വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോ ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാനങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കഴിക്കുന്ന ആഹാരങ്ങൾ, എങ്ങനെയാണ് പ്രോട്ടീൻ ആഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ കുഞ്ഞുവിന് സ്കൂളുണ്ടായിരുന്നില്ല, റെഡ് അലേർട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരുന്നു എഴുതുന്നത്. ഒരു 7:30, 7 o'clock ഒക്കെ ആകുമ്പോഴായിരുന്നു എഴുന്നേറ്റത്. അപ്പോൾ ഇന്ന് യൂഷ്വൽ റുട്ടീനാണ്. കുഞ്ഞിന് സ്കൂളുണ്ട്. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റു, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു. ആ ഒരു മോർണിംഗ് റഷ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലത്തെ ആ പരിപാടികളൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത്. എൻ്റെ എല്ലാ കുക്കിംഗ് കഴിഞ്ഞു, രാത്രി വരെയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്ന ആളല്ല. എല്ലാം ഒരുമിച്ച് ചെയ്ത് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങും, ബാക്കി എൻ്റെ വർക്ക് നോക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു റൊട്ടീൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആ ഒരു കുക്കിംഗ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വീറ്റ് ദോശയും എഗ് റോസ്റ്റും ആണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഞാൻ ഏട്ടനെ വെയിറ്റ് ചെയ്യുകയാണ്. കുഞ്ഞിനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇപ്പോൾ കുഞ്ഞു കഴിച്ചിട്ട് പോയി, സെയിം ഫുഡ് തന്നെയാണ് കുഞ്ഞും കഴിച്ചത്. ഇപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, പിന്നെ ഈവൻ നമ്മുടെ ക്ലയൻസ് പോലും, ബിഫിറ്റിൽ ജോയിൻ ചെയ്യുന്ന ക്ലയൻസ് പോലും ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ ഇപ്പോൾ ഡയറ്റൊക്കെ നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ തരുന്ന സമയത്ത് ഹസ്ബൻഡിന് വേറെ ഫുഡ്, എനിക്ക് വേറെ ഫുഡ്, കുഞ്ഞിന് വേറെ ഫുഡ്, അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതൊക്കെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ യൂഷ്വലി നമ്മൾ ബിഫിറ്റിൽ കൊടുക്കുന്ന ഡയറ്റ് പ്ലാൻസ്, അല്ലെങ്കിൽ ഈവൻ ഞാൻ നമ്മുടെ ചാനലിൽ നമ്മൾ ചാലഞ്ചസ് ചെയ്യാറുണ്ടോ, അതിനകത്ത് തരുന്ന ഡയറ്റ് പ്ലാൻസ് ഒന്നും തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നമ്മൾ വീട്ടിൽ സാധാരണ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ആഹാരം നമ്മളെപ്പോഴും ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് മടുക്കാൻ തുടങ്ങും. പക്ഷേ എന്നാലും എല്ലാവരും കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മുടെ ഡയറ്റിൽ വ്യത്യാസം വരും. ചില ഫുഡ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ചില ഫുഡുകളിലൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാലും മെജോറിറ്റി നമ്മുടെ ഡയറ്റും എന്താ പറയുക, എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ബിഫിറ്റിലും കൊടുക്കാറ്, നമ്മുടെ ചാനലിലും തരാറ്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ഒരു റൂട്ടീൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ 85 kg ഉണ്ടായിരുന്ന സമയത്തും അത് 55 ആവുന്ന വരെയുള്ള സമയത്തൊക്കെ ഞാൻ വീട്ടിൽ യൂഷ്വലി കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെയാണ് കഴിച്ചത്. ഓൾമോസ്റ്റ് ഓൾ ഡേയ്സിലും ഞാൻ റൈസ് കഴിച്ചിട്ടുണ്ട്. കാരണം റൈസൊന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഡയറ്റൊന്നും എൻ്റെ വീട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ടിപ്പിക്കൽ മലയാളി ഡയറ്റ് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ പണ്ടുള്ളതിനേക്കാളും കുറച്ച് ഇപ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, കുറച്ചധികം പ്രോട്ടീന് ഞാൻ കഴിയുന്നതും ആഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ ഇൻടേക്കിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് അത്യാവശ്യം ഡിഫറൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മീൽ പ്ലാനിങ്ങും ഡേയും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തോ സംഭവമായിട്ടാണ് കാണുന്നത്. എക്സ്പെഷ്യലി നമ്മൾ ബിഫിറ്റിൽ ജോയിൻ ചെയ്യുന്ന ഒരുപാട് ക്ലയൻസ്, അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് പറയും, ഓക്കെ, ഈ 3 weeks എനിക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും, 4th week ആകുമ്പോഴേക്കും എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പോൾ എനിക്ക് ചിലപ്പം ഡയറ്റും വർക്കൗട്ടും ഒന്നും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പലരും വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, നമ്മൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഫോളോ ചെയ്യാനുള്ള ഒരു റുട്ടീനായിട്ടാണ് എല്ലാവരും എന്താ പറയുക ഈ ഒരു ഫിറ്റ്നസ്സിനെ കാണുന്നത്. പക്ഷെ സത്യത്തിൽ അത് അങ്ങനെയല്ല. നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ, നമ്മൾ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ അത് നമ്മളൊരു ഫിറ്റ്നസ് റുട്ടീൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എനിക്കും ചില ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കാറില്ല കേട്ടോ. പക്ഷെ അതുകൊണ്ട് എല്ലാം ഞാൻ വിട്ടുകളയാറില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാൻ ചെയ്യും. ഇപ്പം ഫസ്റ്റ് മീലിൽ എനിക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് മീലിൽ ഞാനത് ട്രാക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നത് അതാണ് ശരിക്കും പറഞ്ഞാലുള്ള കൺസിസ്റ്റൻസി. ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാലും അതിൽ ആ ഒരു ലൂപ്പിൽ നമ്മൾ കുടുങ്ങിപ്പോവാണ്ട് വീണ്ടും തുടങ്ങാൻ കഴിയുന്നതാണ് യഥാർത്ഥ കൺസിസ്റ്റൻസി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വലിയ വലിയ മാറ്റങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ദീർഘകാലം, അതായത് നമുക്ക് ലോങ്ങർ ഡ്യൂറേഷനിൽ തുടരാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ശീലങ്ങളുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 സ്മോൾ വീറ്റ് ദോശ എടുത്തിട്ടുണ്ട്. പിന്നെ എഗ് റോസ്റ്റ് ആണ്, നല്ല ലോ ഓയിലായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഒരു ബോയിൽഡ് എഗും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇപ്പം 9:30 ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞു, എല്ലാം ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് ഷൂട്ടിംഗ് ആണ്. ഒരു 6 വീഡിയോസോടെ എനിക്ക് ഷൂട്ട് ചെയ്യാറുണ്ട്, ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും. പണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് ടോപ്പിക്ക് തോന്നുമ്പം ആ സമയത്ത് ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ ആ സമയത്തൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അങ്ങനെ എനിക്ക് ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് പിന്നീട് എഡിറ്റ് ചെയ്ത്, പിന്നെ നമുക്കൊരു സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടീമുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്ത് അവരാണ് പിന്നീട്
പോസ്റ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എല്ലാം ഇപ്പോൾ ഓരോ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത്, എല്ലാം കൂടെ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു മാസത്തെ മൊത്തം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് പറ്റുന്ന പോലെ ഒരു 6 വീഡിയോസൊക്കെ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് ഞാനിപ്പം കൊടുക്കുന്നത്. അപ്പോൾ ഇന്നൊരു 6 വീഡിയോസോളം ഷൂട്ട് ചെയ്യാറുണ്ട്, ഷോർട്സും ലോങ്ങും ഒക്കെ ആയിട്ട് ചാലഞ്ചസും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല, ഈ ജൂലൈ തന്നെ പോസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം അത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു 10 മണിയായിട്ടുണ്ട്, 10:10 തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 മണി അല്ലെങ്കിൽ 1 മണിയൊക്കെ ആകുമ്പോഴേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, അത്രയും നേരം ഷൂട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനിടയിൽ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പഴം കഴിച്ചൊന്ന് വരാം, അല്ലെങ്കിൽ കഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം മാത്രമാണ് കുടിക്കുക. എനിക്ക് ഈ ഇൻ ബിറ്റ്വീൻ എനിക്ക് അങ്ങനെ വിശക്കാറില്ല. എനിക്ക് ഈവനിങ് സ്നാക്കാണ് എനിക്ക് ആ സമയത്താണ് എനിക്ക് വിശക്കുക. അപ്പോൾ ഒന്നുകിൽ വെള്ളം തന്നെയായിരിക്കും കുടിക്കുക, അല്ലെങ്കിൽ ചിയാ സീഡ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ കഴിക്കുക. അപ്പോൾ ചിലപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതാണ് ഞാൻ മുന്നേ കൂട്ടി പറയുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ കൃത്യം ലഞ്ചിൻ്റെ ടൈമിലായിരിക്കും ഞാൻ പുറത്തോട്ട് ഇറങ്ങാം. ഇനിയിപ്പോൾ പോകുമ്പോൾ ഷൂട്ടിൻ്റെ എല്ലാ ക്ലോത്ത്സും എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ആ ക്ലോത്ത്സൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ചില ക്ലോത്ത്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മിന്ത്രയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും അതിലൊക്കെ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അതിനകത്ത് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ലിങ്ക് ടാഗ് ചെയ്യാറുണ്ട്. നിങ്ങൾ കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഈ ടോപ്പ് ഞാൻ ഒത്തിരി തവണ എടുത്തു. ഒരു ട്രിപ്പിന് പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ ഷൂട്ടിൽ തന്നെ നമ്മുടെ വീഡിയോസിൽ തന്നെ ഒത്തിരി പ്രാവശ്യം ഇട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതിന് ഇവിടെ ഇങ്ങനെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് തവണ വാഷ് ചെയ്തു, പക്ഷേ ഒക്കെ അടിപൊളിയാണ്. ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ വരുന്നൊരു ടോപ്പാണ് കേട്ടോ. പിന്നീട് ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഷർട്ടാണ്. ഭയങ്കര ഒരു ലൂസ് ഫിറ്റ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷർട്ടാണ്. എനിക്കിങ്ങനത്തെ ലൂസ് ഫിറ്റുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഇതും ഒരു അടിപൊളി, നമുക്ക് എന്തിൻ്റെ കൂടി പെയർ ചെയ്യാൻ പറ്റും. ലൂസ് പാൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ജീൻസിൻ്റെ കൂടെയോ സ്കേർട്സിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ടാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കഴിയുന്നതും താഴെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിട്ടിട്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഞാൻ വേറെ തന്നെ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തിരിച്ചിട്ടിട്ടാണല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്കേർട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അത് ഏത് സൈറ്റിൽ നിന്നാണ് മേടിച്ചത് പോലും എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇതിൻ്റെ കൂടെയും ഒരു പലാസോ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു സ്കേർട്ട് ടൈപ്പ് പലാസോ ആയിരുന്നു. അപ്പോൾ ഇതും ഞാൻ വേറെ ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ഷർട്ടാണ്. ഇതും ഞാൻ ഒരു ഷൂട്ടിനിടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു ടൈ ആൻഡ് ഡൈ ടൈപ്പ് ഒരു ഷർട്ടാണ്. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മളൊരു സ്ലിം ഫീലിംഗ് ആയിരിക്കും ഇതിട്ട്. നമ്മളിപ്പോൾ ഒരു ബൾക്കി ലുക്കായിരിക്കില്ല, നല്ലൊരു സ്ലിം ലുക്കാണ് ഇതിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് തോന്നുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ടോപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും ഇപ്പോൾ എൻ്റെ ഷൂട്ട് ഉണ്ടാവുക. അതുപോലെ ഈ ഒരു ടോപ്പും ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് എടുത്ത് കൊണ്ടുപോകണം, അല്ലെ ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ എല്ലാം കൊണ്ട് മേലെ പോകുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി ഷൂട്ടിംഗ് സെറ്റപ്പും നമ്മുടെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ മേലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും എടുക്കാനില്ല. ഇനി കുറച്ച് തിരക്കായിരിക്കും, ഒരുപാട് നേരം ഷൂട്ട് ചെയ്യേണ്ടതാണ്. ഈ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ചാർജ് പോയാലും പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഇനി സംസാരിക്കുന്നില്ല. ഇനി ഷൂട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു കേട്ടോ. 12:15. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഒരു 6 വീഡിയോസോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം 12:15 അപ്പോൾ ഒരു 1:15, 1:30 ആകുമ്പോഴേ ലഞ്ച് കഴിക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെക്കട്ടെ കേട്ടോ. അത് ലഞ്ചിന് ഒരു 20 മിനിറ്റ്സ് മുമ്പ് ഞാൻ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ചിയാ സീഡ് വാട്ടർ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ സീഡ് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റില്ല. ഇതൊരു മാജിക് ഫുഡൊന്നും അല്ല. ചിയ സീഡിൽ നല്ല ഫൈബർ ഉള്ളത് കൊണ്ട് നമുക്ക് വയറ് കുറച്ച് നേരം നിറഞ്ഞിരിക്കുന്ന ഫീൽ കിട്ടാൻ സഹായിക്കും. അപ്പോൾ നമ്മളൊരു ഹെവി മീലൊക്കെ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ലഞ്ചൊക്കെ ആകുമ്പോൾ നല്ലൊരു ഹെവി ആയിട്ട് കഴിക്കാൻ, ഓവർ ഈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അത് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.
ഞാൻ സാധാരണ ഒരു ടീസ്പൂൺ ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുറഞ്ഞതൊരു 20 to 30 മിനിറ്റ്സ് കുതിർക്കാൻ വെക്കും. അങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. കുതിർക്കാതെ നേരിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. പക്ഷെ ഇതൊന്നും മാത്രം മതിയാവില്ല. നല്ല ഭക്ഷണവും ആവശ്യത്തിന് പ്രോട്ടീനും ദിവസവും കുറച്ച് മൂവ്മെന്റ്സും ഒക്കെ കൂടിയാലാണ് നല്ലൊരു റിസൾട്ട് കിട്ടുക. ചിയാ സീഡ് അതിലെ ഒരു ചെറിയൊരു ഭാഗം, എന്താ പറയുക, ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ആണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ലഞ്ച്. ഓൾമോസ്റ്റ് ഒരു 6 ടേബിൾ സ്പൂൺ റൈസ് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, എക്സ്ട്രാ പ്രോട്ടീന് വേണ്ടി ഒരു എഗ് ആഡ് ചെയ്തിട്ടുണ്ട്, 1/2 പ്ലേറ്റ് വെജീസ്, അതായത് കോവക്കയുടെ മെഴുക്ക് പുരട്ടിയാണ് എടുത്തേക്കുന്നത്, പിന്നെ ഒരു ബൗളില് റാഡിഷ് സാമ്പാർ, നമ്മുടെ മുള്ളങ്കി ഉണ്ടല്ലോ, മുള്ളങ്കിയുടെ സാമ്പാറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല അത്യാവശ്യം പ്രോട്ടീനുള്ള ഒരു ലഞ്ചാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ഡേയ്സിലും ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് റൈസ് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് ഒരു 30 ഗ്രാം റോസ്റ്റഡ് ചനയും ഒരു ചെറിയൊരു ഗ്ലാസ് ടീയുമാണ് ഞാൻ കുടിക്കുന്നത് കേട്ടോ. 30 ഗ്രാം റോസ്റ്റഡ് ചനയിൽ ഓൾമോസ്റ്റ് 8 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്. പിന്നെയുള്ളത് ഡിന്നർ റെസിപ്പിയാണ്. അതിനിടയിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജഗപുകയായിരിക്കും. പിന്നെ ഞങ്ങൾ നേരത്തെ ഡിന്നർ എടുക്കുന്ന ആളുകളായതുകൊണ്ട് ആ ഒരു സമയത്ത് വീഡിയോ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റാറില്ല, അതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. നമ്മുടെ എന്താ പറയുക, റാഗി സ്മൂത്തി ആണ്. അപ്പോൾ റാഗി നമ്മൾ എന്തായാലും കുക്ക് ചെയ്ത് എടുത്ത് വെക്കണം. പിന്നെ 2 ഡേറ്റ്സ്, പിന്നെ ബനാന ഞാനിവിടെ നേന്ത്ര ബനാനയാണ് എടുത്തേക്കുന്നത്, ചെറിയൊരു നേന്ത്ര ബനാന. പിന്നെ നമ്മുടെ ചിയാ സീഡ് കുതിർത്ത് വെച്ചത്, അതൊരു ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് പീനട്ട് ബട്ടർ ആണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതൊക്കെ പ്രോട്ടീൻ കുറച്ചും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു മിൽക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. ഇതൊരു ഹൈ പ്രോട്ടീൻ ലോ ഫാറ്റ് മിൽക്കാണ്. ഈ ഒരു 250 ml ഏകദേശം 16 ഗ്രാമോളം പ്രോട്ടീൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പുള്ള റെസിപ്പിയിൽ ഞാൻ ഈ ഒരു പീനട്ട് ബട്ടറും ഈ ഒരു ടൈപ്പ് മിൽക്കൊന്നും അല്ല ആഡ് ചെയ്തിരിക്കുന്നത്. ഈ മിൽക്ക് ഇല്ലാന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ യൂഷ്വലി നമ്മുടെ വീട്ടിലുള്ള മിൽക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് ആഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഈ സ്മൂത്തി പ്രിപ്പറേഷനിൽ ആകെ കുറച്ച് സമയം എടുക്കുന്നത് നമ്മൾ ആ ഒരു റാഗി കുറുക്കി എടുക്കാനാണ്. ഒരു 1-2 ടേബിൾ സ്പൂൺ റാഗി ഇട്ട് ജസ്റ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഡേറ്റ്സും ഒക്കെ കുതിർത്ത് വെച്ചത് ഇതിനകത്ത് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസും ബദാമും ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ അത് കുറച്ചും കൂടെ ഹൈ കലോറിയിലോട്ട് വരും എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും അതൊക്കെ ഓപ്ഷനിലാണ്. ഈ കാണിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് അപ്പൊ തന്നെ എന്താ പറയുക, ഇപ്പം ഇതിന്റെ കൂടെ നിങ്ങൾ ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കോൾഡ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കുകയാണ് ചെയ്യുക. ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് കുടിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെയും കുടിക്കുക കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ചിലപ്പം ആ ഒരു തണുപ്പ് ഉണ്ടാവണമെന്നില്ല. തണുപ്പുണ്ടെങ്കിൽ ഈ സ്മൂത്തീസ് ഒക്കെ കുടിക്കാൻ നല്ലൊരു സുഖമാണ്. അപ്പൊ ഞാൻ കുറച്ച് നേരം തണുപ്പിച്ചിട്ടാണ് ഇത് കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. ഞാനൊരു 20 മിനിറ്റ്സ് ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും 7 മണിക്കുള്ളിൽ തന്നെ ഡിന്നർ ഫിനിഷ് ചെയ്യും. അപ്പോഴേക്കും അത്യാവശ്യം ഇതൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഡേ അങ്ങനെ ഫിനിഷായി. ഞാൻ എൻ്റെ ഡിന്നർ ഏകദേശം ഒരു 6:45 ഫിനിഷ് ചെയ്തത്. അപ്പോൾ ആ ഒരൊറ്റ ഗ്ലാസ് ഉള്ളെങ്കിലും നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിന്നറാണ് കേട്ടോ. ഈ സെയിം ഡിന്നർ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ട്രൈ ചെയ്യാം. പക്ഷേ എനിക്ക് രാവിലെ എന്തെങ്കിലും നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാത്ത. ഇടയ്ക്ക് മടിയുള്ള ദിവസങ്ങൾ ഞാൻ ഇതും ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഡിന്നറിലാണ് എനിക്ക് ഏറ്റവും ഇത് ഇഷ്ടം. പിന്നെ നമുക്കിത് വൈകുന്നേരമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാറാകുമ്പോഴേക്കും നമ്മൾ കുറേ മണിക്കൂർ, ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഉറങ്ങുക. അപ്പോൾ നല്ലൊരു ലൈറ്റ് ഫീലിംഗ് ആയിരിക്കും സ്റ്റൊമക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഫിനിഷ് ആവുകയാണ്. അപ്പോൾ ഈ വ്ളോഗിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ഇതുപോലത്തെ വ്ളോഗ്സ് ഇനിയും വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. ബൈ.